ഓ ഗൈസ്, ഞാനിതാ കോവളം ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ഞാനും സെലിയുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 8:35. നല്ല അടിപൊളി തിര അടിച്ചു ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സൂപ്പറായിട്ട് തിരമാല അടിച്ചുകൊണ്ടിരിക്കുക. ഇറങ്ങിപ്പോല്ലേ, ഇപ്പോൾ പോവല്ലേ? അങ്ങനെ പോകാൻ പാടില്ലേ. ഈ കരയിലൂടെ പോകണം. ഇപ്പൊ പോകാൻ പാടില്ല. എന്താ അറിയോ, നല്ല സ്ട്രോങ് തിര അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് കണ്ടോ? ഓ എന്താ വൈബ് ഗൈസ്, നോക്കൂ. സൂപ്പർ സൂപ്പർ. നിക്ക അതെന്തായാലും നമുക്ക് ഈ തിര ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇങ്ങോട്ടൊക്കെ വരും കേട്ടോ തിര. ഓ ഗൈസ്, നോക്കൂ ഇത് നോക്കൂ. എന്താ തിര അടിക്കണ സ്റ്റൈല്. സൂപ്പറായിട്ട് അടിച്ച് മാറി വരുന്നുണ്ട് തിര. ഇങ്ങോട്ടൊക്കെ വരും കേട്ടോ. ശരിയേ, ഇതുവരെയൊക്കെ വന്നത് അവിടെയൊക്കെ ഇതുവരെ വെള്ളം വന്നതിൻ്റെ അടയാളം. അപ്പോൾ രാവിലെ ഇവർ തിര അടിച്ച് പോയതാണ് ഈ കാണുന്നത്. കണ്ടോ? ഇപ്പോൾ വലിയ തിര വന്നു കഴിഞ്ഞാൽ നമ്മളെ കാലുമൊക്കെ വെള്ളം വരും. ഏതായാലും നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോയോ അല്ലേ? അല്ലേ? നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? ഇതിലെ പോയപ്പോൾ ഈ നായ്ക്കുട്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഓന് നമ്മളെ സ്വീപ്പാക്കുമോ? ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. ഇവിടത്തെ ഒരാൾ കിടക്കണ് ഗൈസ്. നിക്ക വലിയ തിരക്ക് അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടാ നിക്ക സെലി, എവിടെ വാ, ഇങ്ങോട്ട് നോക്ക്. ഞാൻ ശരിയാണ്. കോവളം ബീച്ച് കാണാൻ വന്നതാണ്. സൂപ്പർ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇമാതിരി ഒരു വൈബ് കടലിന്റെ സൗന്ദര്യത്തിന്റെ മുന്നേ എവിടെയെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടോ? ഉണ്ട്, സത്യം പറയണം. ഇല്ലല്ലോ. പരമാണ് ഗൈസ്. ഓരോ തിരമാല വരുന്ന സ്റ്റൈല്. മുത്തുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്നാലും മേത്തേക്ക് തിര അടിച്ച് കയറാൻ സാധ്യത ഉണ്ട്. ഈ ഒരു കോണിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. തിര നല്ല കടല് ഭയങ്കരമായ ഒരു എന്താണ് പ്രക്ഷോഭത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഗൈസ്. ഈ ഒരു സീൻ ഇപ്പം നേരം വെളുക്കുമ്പോൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഇത് ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. എനിക്കും സെലിക്കും നല്ല വലിയ തിര വരുന്നുണ്ട് ഗൈസ്. കണ്ടോളൂ. ഈ തിര വരുമ്പോ കുറച്ച് വേഗം പോകണ്ടോ. കാരണം എന്താ അറിയോ, ഇത് നമ്മളെ കാൽമക്കെത്താൻ സാധ്യത ഉണ്ട്. അടിച്ചു കയറി വരുന്നുണ്ട്. നോക്കിക്കോളി. അങ്ങനെ എനിക്ക് വേഗം ഒന്ന് ഓടിക്കൂട്ടിട്ടോ. ആ പാറന്റെ അടുത്തേക്ക് പോണെന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. എങ്ങനെ ഇപ്പൊ അങ്ങോട്ട് പോകാതെ ഞങ്ങൾക്ക് അറിയില്ല. വലിയ തിര വരുന്ന നോക്കണം. ശരിയേ, വരുന്നു വലിയ തിര. അങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടാ. ഇവിടെ കയറ് കെട്ടിക്കാണ്. ലൈഫ് ഗാർഡന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഡേഞ്ചർ ഏരിയ ആണ്. ഡോണ്ട് ടേക്ക് ബാത്ത് ഹിയർ. കണ്ടോ? ഇവിടെ ആരും ഇറങ്ങി കുളിക്കുന്നത് അപകടമാണ്. അപ്പോൾ ഞങ്ങളാരും ഇവിടെ ഇറങ്ങുന്നില്ല. ഞങ്ങൾ ഇത് കണ്ടുങ്ങാണ്ട് കുറച്ച് അപ്പുറത്ത് പോയി കാഴ്ചകൾ കാണാൻ നോക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇതിലിങ്ങനെ ഒരു കര ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിലെങ്ങനെ ഈ കടലിൽ ചാരിയിട്ട് ഇതിലെ സൈഡിൽ കൂടി ഇങ്ങനെ പോവാണ്. പതുക്കെ പോട്ടോ. നല്ല ചീത്താല പിന്നെ മഞ്ഞുമാരിങ്ങനെ അടിച്ച് കയറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങരുത്, കുളിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അതിലെ പോകാം, പക്ഷേ നമുക്ക് നോക്കുക. കണ്ടോ ആ പാറമക്കോ? അവിടെ കെട്ടി തൂക്കിയാലേ ആ പാറമക്കൊക്കെ എങ്ങനെ പോവാ? നമുക്ക് അറിയാത്ത വഴികളൊന്നും പോകാൻ പാടില്ലേ. ഇവിടെ നിന്നാൽ മതി, അങ്ങോട്ട് പോകണ്ട. ഈ കയറിൻ്റെ അടുത്തേക്ക് പോയാൽ മതി കേട്ടോ. ഇതുവരെയൊക്കെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും കോവളം ബീച്ചിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഗൈസ്. കടല് കുറച്ച് ശോഭത്തിലാണ് കണ്ടിട്ട്. കണ്ടോ ശരിയേ അല്ലേ? വലിയ വലിയ തിരകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തിര അടിച്ചു കയറി വരുന്നുണ്ട്. ഓ പേടിയാവുണ്ട് കണ്ടിട്ട് ഗൈസ്. കണ്ടോ
നമുക്ക് കുറച്ച് അപ്പുറത്ത് പോയി നോക്കാം അല്ലേ? ഈ തിര വരുന്നുണ്ടേ എന്തോ ഒരു പേടി. ഓഹോ, കാണാൻ മാത്രമുണ്ട് ഗൈസ്. എവിടെ സെലി? എങ്ങനെയുണ്ട് സെൽ? എങ്ങനെയുണ്ട് തിര? പൊളിയല്ലേ? നല്ല നല്ല കാണാൻ വാങ്ങിയുള്ളൊരു ഏരിയ കേട്ടോ. സൂപ്പർ ഏരിയ ആണ് ഈ ഏരിയ. എങ്ങനെയുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ നിൽക്കാനും അങ്ങോട്ട് ഇറങ്ങരുത് എന്നൊക്കെയാണ് ഇവിടുത്തെ റൂൾസുകൾ. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയേക്കാം അല്ലേ? ഞങ്ങൾ അവിടെ പോയേക്കാം. ഇതിൻ്റെ മുന്നേ ഇത്രയും പവറിലുള്ളൊരു തിര കണ്ടിട്ടില്ല ഗൈസ്. ഇതിൻ്റെ മുന്നേ ഞാൻ കണ്ടിരിക്കുന്നത്, ഇങ്ങോട്ട് പോവാൻ താഴത്തേക്ക് ഇറങ്ങരുത്. ഇതിൻ്റെ മുന്നേ ഞാൻ കണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇത്രക്കില്ല. പക്ഷേ ഇവിടെ ചാവക്കാട് ബീച്ച് പോയപ്പോഴാണ് ഇതേമാതിരി ഇത്രയും സ്ട്രോങ്ങിലുള്ള തിരമാല കണ്ടിരിക്കുന്നത്. ഭയങ്കര സ്ട്രോങ്ങിൽ. ഏതായാലും എന്താ ഇതിന്റെ മേലെന്തോ സെലിയേ അവിടെ നോക്കാം. ഒരു മഞ്ഞ കളറ് കച്ചറമാരി ഇതിന്റെ മേലെ കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പൊ അടുത്ത് കടലിലെന്തോ കണ്ടെയ്നർ മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ കാണണ മാതിരി എനിക്ക് തോന്നുകയാണ്. എന്താ ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. അപ്പൊ അറിയുന്നവരൊന്ന് പറഞ്ഞു തരും കേട്ടോ. അതിന്റെ ഇവിടെ ഞാൻ ഓർമ്മിച്ചു തരാം. ഇതിന്റെ മേലെ ഭാഗത്ത് അതാ അവിടെ ഒരു സ്വർണ്ണ കളർ മാതിരി കാണുന്നുണ്ടോ? അതന്നെ ഞാൻ പറഞ്ഞത്, ഒരു സ്വർണ്ണ കളർ മാതിരി. അതാണ് അതിങ്ങനെ ഈ തെരന്റെ ബാക്ക് ഭാഗത്ത് തെര ഇങ്ങനെ പൊന്തി വരുമ്പോ അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു മഞ്ഞ പത മാതിരി എന്തൊക്കെ സാധനങ്ങൾ. ഇതാ ഈ സംഭവം ഈ കാണുന്നതാണത്. ഈ പൊടി ഇതാണ്. എന്നാ വെള്ളത്തിൽ ഇറങ്ങണ്ട കേട്ടോ കേട്ടോ. ഇത് വേറെന്തോ കെമിക്കൽ മാതിരി സാധനമാണ്. ഈ തരി കൈ കൊണ്ട് തൊടണ്ട. അവിടെ കാണാതാ ഒരു ഗോൾഡൻ കളറ്. ഈ തെര വന്നതിൻ്റെ നേരെ ബാക്കിലാണ്. ഈ വലിയ ഒരു തെര വന്ന് അതിൻ്റെ ബാക്ക് ഭാഗത്ത് കാണാൻ നമുക്ക്. എന്താണ് ഗൈസ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇത് ഇവിടെ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല ഗൈസ്. അതാ എന്താ ഗൈസ് ഈ ഒരു ഗോൾഡൻ കളർ എന്താണ് സാധനം? ഈ തെരന്റെ ബാക്കിൽ ഒന്ന് പൊന്തി വരും കേട്ടോ. അപ്പോൾ കണ്ടോളൂ എല്ലാവരും. അറിയുന്നവർ പറഞ്ഞോളൂ, നമുക്കറിയില്ല. അതാ ഈ സംഭവം എന്താ? സാധാരണ കടലിൽ കാണാത്തതാണിത്. ഇതറിയുന്നവർ നമുക്കൊന്ന് കമൻറ്റ് ചെയ്തോളിട്ടോ. കടല് എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ലാസ്റ്റ് ഈ ചെമ്മീൻ്റെ കളറിലെ സംഭവം ഇതെന്താന്ന് നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അതാ കണ്ടോ? ഈ തെരന്റെ ബാക്കിൽ നിങ്ങൾ നോക്കിക്കോളിട്ടാ. ഇപ്പൊ പൊന്തുവേ അതാ കണ്ടോളൂ. ഈ തെരന്റെ ബാക്കിൽ അതാ ഒരു സ്വർണ്ണ കളർ കണ്ടോ? അത് ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ അതാ ഒരു തരി ഇങ്ങനെ കിടക്കണ്. അതായിരിക്കാനാണ് സാധ്യത. ഏതായാലും ഞാൻ പാറമ്മക്ക് ഒന്ന് പിടിച്ചു നോക്കാം. ഒന്ന് സൂം ചെയ്ത് നോക്കാം. പാറമ്മക്ക് അങ്ങോട്ട് അലോഡ് ഇല്ലാന്നാ പറഞ്ഞത്. ആ പാറമ്മ ഒരാള്
എന്തോ ചൂണ്ടലിടാൻ തോന്നുന്നുണ്ട് ഗൈസ്. അപ്പൊ ആ പാറമ്പത്തെ ആളാണ് ഈ കാണുന്നത്. നമ്മൾ സൂം ചെയ്തിട്ട് കാണില്ല, കണ്ടോ? അയ്യോ, അമ്മാരി അമ്മാരി അമ്മ അടിച്ചു. ആ പാറമ്പക്ക്, ഈ പാറമ്പക്ക് വേറൊരു പാറ, അതിൽ ആ ഒരു തെങ്ങിൻ്റെ എകരത്തിൽ അതാ പൊന്തി വന്നിട്ട് ഒരു തേര അടിച്ചു. ഇപ്പോൾ ഗൈസ് അടിച്ചു കണ്ടോ? അതൊന്നുമല്ല, നല്ല ഹൈറ്റിൽ പൊന്തി സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു അത്. കണ്ടോ? ഓഹോ, ഈ തിരക്ക് വരുന്നുണ്ട്. അവിടുന്ന് ഓടി കഴിച്ചില്ലാകാൻ തോന്നുന്നു നമുക്ക്. അത്ര ഹൈറ്റിലൊക്കെയാണ് തിര പൊന്തി വരുന്നത്. അത് അങ്ങോട്ട് നോക്കൂ. ഏതായാലും കോവളം ബീച്ച് കാണാത്തവരൊന്ന് വന്ന് കണ്ടോളൂ. അത്രയും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല ഗൈസ്. അപ്പോൾ നമ്മളിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.